ഒഴിഞ്ഞ ഏരിയയിൽ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വളരെ സ്പേഷ്യസ് ആൻഡ് ലക്ഷറിയസ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ കാഴ്ചകളാണ് പെർഫെക്റ്റ് ഹോംസിൻ്റെ ഈ എപ്പിസോഡിൽ. വെൽക്കം ടു പെർഫെക്റ്റ് ഹോംസ്. തിരുവനന്തപുരം ജില്ലയിൽ കാര്യവട്ടത്ത് VSSCയിൽ സയൻറ്റിസ്റ്റായ ലക്ഷ്മികാന്തിൻ്റെയും അലേഖയുടെയും വീടാണ് ശ്രീനിവാസം. 4.25 സെൻറ്റിൽ കണ്ടംപററി സ്റ്റൈലിൽ 2300 സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന വീടാണ് ഇത്. ഈ വീടിൻ്റെ കോമ്പൗണ്ട് വാളിൽ ഒരു എസ്തെറ്റിക് എലിമെൻ്റ് ആയിട്ട് ടെറാക്കോട്ട ജാലീസിൻ്റെ 2 ടൈപ്പിൻ്റെ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ വീടിൻ്റെ ഗേറ്റിന് വുഡൻ പ്ലാങ്ക്സിൻ്റെ ഡിസൈൻ വരുന്ന രീതിയിലുള്ള HPL ഷീറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലിലാണ് ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്റ്റോൺ ക്ലാഡിങ്ങും UPVC വിൻഡോസുമാണ് ഇതിലെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഏരിയയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ മിനിമലായിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഗ്രാസും അതുപോലെ ചെറിയ ഷ്രബ്സും പ്ലാന്റ്സും വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ ചെറിയൊരു തുളസി തറയും ഈ ഒരു സ്പേസിലുണ്ട്. ലാൻഡ്സ്കേപ്പ് ഏരിയ കഴിഞ്ഞ് ഈ വീടിൻ്റെ സിറ്റ് ഔട്ട് സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ സ്റ്റോറേജിനും അതുപോലെ ഷൂറാക്ക് പർപ്പസ് ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. വാൾനട്ട് ഷെയ്ഡ് ഓഫ് വുഡാണ്, അതിൻ്റെ ലാമിനേറ്റ് ഷെയ്ഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് ആൻഡ് ഗോൾഡിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്ന നോബ്സ് ആണ് ഹാൻഡിൽസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു സീറ്റിംഗ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ടീക്ക് ഫിനിഷിലാണ് മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ബ്രാസ് ഡീറ്റെയിലിങ്ങും ഉണ്ട്. ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം. അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഒരു ഫോയർ സ്പേസിലാണ്. ഇവിടെ വെളിയിലേക്കൊരു വിസിബിലിറ്റി കൊടുക്കുന്ന രീതിയിൽ ചെറിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. മെയിൻ ഡോറിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് തന്നെ പ്രൈവസി ആസ്പെക്റ്റിനായിട്ട് വുഡൻ ബ്ലൈൻഡ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കയറുമ്പോൾ ഒരു ഫീച്ചർ വാൾ എന്ന രീതിയിൽ ഒരു പാർട്ടിഷൻ കൊടുത്തിട്ടുണ്ട്. ബ്ലൂവും ഗോൾഡൻ ആക്സൻസ് വരുന്ന രീതിയിൽ WPC റെഡിമെയ്ഡ് ഫ്ലൂട്ടഡ് പാനലാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ലിവിങ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒരു എലഗൻറ്റ് ആൻഡ് ലക്ഷറി രീതിയിലാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. സീറ്റിങ്ങിനായിട്ട് ടീൽ ആൻഡ് ബ്ലൂ ഷെയ്ഡ്സ് വരുന്ന റിക്ലൈനർ സെറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുറത്തെ ലാൻഡ്സ്കേപ്പിലേക്ക് ഒരു വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഫുൾ UPVC വിൻഡോസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വുഡിൻ്റെ ഒരു വാൾനട്ട് ഷെയ്ഡും ബീജും ഗോൾഡും വരുന്ന രീതിയിലുള്ള ഒരു കോമ്പിനേഷനാണ് ഇവിടുത്തെ TV യൂണിറ്റിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് എലിമെൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ ഈ WPCയുടെ ലൂവേഴ്സ് ആണ്. അതുപോലെ തന്നെ 2 സൈഡിലായിട്ടും ഡെക്കോർ ഷെൽസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചർ എന്തെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സീലിംഗ് ആണ്. സീലിംഗിൽ ജിപ്സമിൽ CNC കട്ടിംഗ് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫോൾ സീലിംഗ് കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലെ ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും ഒരു ഓപ്പൺ രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ ഡൈനിങ് സ്പേസിലാണ്. ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു 4 സീറ്റർ വരുന്ന രീതിയിലൊരു ഡൈനിങ് സ്പേസാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളിന് ഗ്ലാസ് ടോപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലൈറ്റിംഗ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണ്. ഇത് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ
ടെറസിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ കൗണ്ടർ ടോപ്പിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ക്വാഡ്സ് ആണ്. അതുപോലെ ബാക്ക് സ്പ്ലാഷിന് യൂസ് ചെയ്തിരിക്കുന്നത് മൊറോക്കൻ പാറ്റേൺസ് വരുന്ന ടൈൽസ് ആണ്. ഒരു ബ്ലാക്കിൽ ഒരു ഗോൾഡൻ ഡീറ്റെയിലും വരുന്ന ഒരു യുണീക്ക് ആയിട്ടുള്ള വാഷ് ബേസിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലൈറ്റും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ്ങിനോട് ചേർന്ന് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു പൂജ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ ലെഡ്ജസ് ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആൻറ്റീക് നോബ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഷട്ടേഴ്സ് നോക്കുകയാണെങ്കിൽ CNC കട്ടിങ് വരുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു എക്സ്റ്റെൻഡഡ് സീറ്റിംഗ് ഏരിയ എന്ന രീതിയിൽ ഡൈനിങ്ങിനോട് ചേർന്ന ഒരു പാറ്റിയോ സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വെന്റിലേഷൻ പർപ്പസിനായിട്ട് ടെറാക്കോട്ട ജാളീസ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിങ്ങിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ കിച്ചൺ സ്പേസിലാണ്. ഒരു ഓപ്പൺ ആൻഡ് മോഡുലാർ രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൗണ്ടർ ടോപ്പിന് കോഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹുഡ് ആൻഡ് ഹോബ് വരുന്ന കൗണ്ടറിനോട് ചേർന്ന് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ പാലറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ടീൽ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡൻ ഫിനിഷ് വരുന്ന പ്രൊഫൈൽ ഹാൻഡിൽസുമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സ്പ്ലാഷിന് മൊറോക്കൻ പാറ്റേൺസ് വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. യൂട്ടിലിറ്റി വൈസ് ഈ കിച്ചണിൽ കുറച്ച് അഡിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓരോന്നായിട്ട് പരിചയപ്പെടുത്താം. ഒന്നാണ് വാട്ടർ പ്യൂരിഫയറിനെ കൺസീൽ ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരു യൂണിറ്റ് എന്ന് തോന്നിക്കുന്ന രീതിയിൽ അകത്താണ് വാട്ടർ പ്യൂരിഫയർ വരുന്നത്. എപ്പോഴും എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ഐറ്റംസ് ആണ് മിക്സിയുടെ ജാർസ് എല്ലാം. അപ്പോൾ അതിനെയും കൺസീൽ ചെയ്യാനായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോർണർ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് മാജിക് കോർണർ എന്നൊരു ആക്സസറി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബെഡ്റൂമിലേക്ക് കയറുന്ന പാസേജിന് ഒരു ക്ലോസ്ഡ് ഫീൽ വരാതിരിക്കാനായിട്ട് കിച്ചൺ ഏരിയയിൽ നിന്നും ആ പാസേജിലേക്ക് ഒരു ഓപ്പണിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസം എന്ന ഈ വീടിൻ്റെ ഓണേഴ്സായ മിസ്റ്റർ ലക്ഷ്മികാന്ത്, മിസ്സസ് അലേക്ക ആൻഡ് മോൻ അദ്വൈതാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്, വീട് വെക്കണം എന്നുള്ളൊരു പ്ലാൻ മനസ്സിൽ വന്നപ്പോൾ ഡിസൈനറിനോട് ഷെയർ ചെയ്ത ഒരു മെയിൻ റിക്വയർമെൻറ്റ് എന്തായിരുന്നു? One of the main requirement is for like we wanted a house with lot of ventilation. We come from Hyderabad, so we are settled here for last 10 years. So we been staying in apartments for a long time. So when we wanted to construct an independent house, we wanted house with the maximum ventilation. So that is one main requirement. And we have a small plot, and we wanted to pack the maximum number of features in the small plot. Like you have a sub 4 meter car, and we want to put all the features in that. So we made sure that all the things which we require are embedded in the small plot what we got. മറ്റ് വീടുകളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഈ വീട്ടിൽ എന്തൊക്കെയാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? Yeah, the main requirement for us was like Vastu compliance and then open kitchen.
and island chimney to be used accordingly, and the design has to be done. And we didn't want any pillar obstructing the pathway like between living, dining, and then the kitchen. And another important requirement was about the floating stairs. And usually people go for granite or wooden stairs, but we wanted white because it looks more spacious. And also we wanted floating stairs with lights beneath the stairs. So that was something different compared to other houses. കിച്ചൺ ഡിസൈൻ ചെയ്തപ്പോൾ എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ റിക്വയർമെൻ്റ് ഉണ്ടായിരുന്നോ? Yeah, like main the work triangle that we call, right, like refrigerator and then the stove and sink. So that was one thing. And also I wanted an east facing one. So accordingly it was designed. And then the kitchen, while that stove and all has to be concealed, we've also asked for a breakfast counter, and then we've just highlighted that with louvers. And also like few elements like this water purifier and then the mixies and all, and nothing should be seen outside, so everything has to be concealed so that it looks very neat and clean. That was one more thing. And then the color combination, we wanted a bright color, so we went for the emerald green, and to highlight a gold element was also added. ആസ് എ ഫാമിലി ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്പേസ് ഏതായിരിക്കും? My favorite, it's the living room, like watching TV, and then you also have a view of the lawn and garden from here, and then we have a courtyard there near the dining. So this is our favorite space. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് ശ്രീനിവാസം. താങ്ക് യു സോ മച്ച്. All thanks to Aham Builders. Like the journey throughout was very smooth, and right from first major hiccup was like we were not from this place, so we wanted someone trustworthy from here. So we've chosen Aham Builders. Amal and Sharad, they were always available on call, and all our requirements, everything we tried to squeeze in. We worked out the plan also accordingly, like multiple iterations, extra structural support wherever is needed. Like we have a jacuzzi in the first floor, so that's around 300 liters of water, so for that structural support accordingly and all. So design wise also, like everything was like multiple iterations. We had meetings, discussed, and then finalized on the requirement. Even coming to the interior also, like you have seen, we have used a lot of combination of colors for each bedroom. Then even the laminate finish also, different kinds were used. So it was a lot of planning, and then execution also was smoothly done. So overall we are happy. ഗ്രൗണ്ട് ഫ്ലോറിലെ ഗസ്റ്റ് ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ലാവൻഡർ ആൻഡ് റോസ് ഗോൾഡ് വരുന്ന ഒരു ഇൻറ്റീരിയർ പാലറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മിനിമലായിട്ടാണ് ഫേർണിച്ചർ ലേഔട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ് സ്പേസും അതിനോട് കൂടെ ചേർന്ന് സൈഡ് ടേബിൾസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ ആക്സെൻറ്റ് വാൾ വളരെ മിനിമലായിട്ടാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ലാവൻഡർ ഷെയ്ഡ് പെയിൻറ്റും ചെറിയൊരു ഫോട്ടോ ഫ്രെയിമുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജിനായിട്ട് ഒരു 3 ഷട്ടർ സ്ലൈഡിംഗ് വാർഡ്രോബാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2 ഷെയ്ഡ്സ് ഓഫ് ലാവൻഡർ വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ലാമിനേറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. റോസ് ഗോൾഡ് ഷെയ്ഡ് വരുന്ന പ്രൊഫൈൽ ഹാൻഡിലാണ് ഹാൻഡിൽസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെയർ ഏരിയ തന്നെയാണ്. ഒരു ഫ്ലോട്ടിംഗ് രീതിയിൽ മെറ്റൽ ആൻഡ് കോൺക്രീറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു സ്റ്റെയർ ചെയ്തിരിക്കുന്നത്. ആ ഫ്ലോട്ടിംഗ് ഫീൽ കുറച്ചും കൂടെ എവിഡൻ്റ് ആവാനായിട്ട് ഓരോ സ്റ്റെപ്പിൻ്റെ അടിയിലും സ്ട്രിപ്പ് ലൈറ്റിൻ്റെ പ്രൊവിഷനും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിന് SS ആൻഡ് ഗ്ലാസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാം. വെന്റിലേഷൻ ആൻഡ് ലൈറ്റിങ്ങിനായിട്ട് ടെറാക്കോട്ട ജാലീസിൻ്റെ ഒരു സ്ക്രീനാണ് ഈ ഒരു ലാൻഡിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു ഫോട്ടോ മെമ്മറീസിൻ്റെ ഒരു വാളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്.
സ്റ്റെയർ കയറി നമ്മൾ എത്തി നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ലിവിംഗ് കം ഒരു മൾട്ടിപർപ്പസ് ഹാളിലാണ്. ആക്സെൻറ്റ് വാളിൽ ഗ്രീൻ ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു വുഡൻ മിനിമൽ ആയിട്ടുള്ള ഒരു കൺസോൾ ടേബിളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സ്പേസിൽ നിന്നാണ് ഫസ്റ്റ് ഫ്ലോറിലെ 2 ബെഡ്റൂംസിലേക്കുള്ള ആക്സസും. അപ്പോൾ കിഡ്സ് റൂമിൻ്റെ ആക്സസിനോട് ചേർന്ന് ഒരു ഫോട്ടോ വാളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു മിനിമലായ വർക്ക് സ്റ്റേഷനും സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ മിനിമലായിട്ടും കോമ്പാക്റ്റ് ആയിട്ടും അതുപോലെ എഫിഷ്യൻ്റ് ആയിട്ടുമാണ് ഈ ഒരു സ്പേസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു വർക്ക് ടേബിളും അതുപോലെ സ്റ്റോറേജിനായിട്ട് ഷെൽഫ്സും കൊടുത്തിട്ടുണ്ട്. ഹെറിംഗ് ബോൺ വുഡിൻ്റെ ഒരു ടെക്സ്ചർ വരുന്ന രീതിയിലുള്ള ലാമിനേറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പേസിനോട് ചേർന്നാണ് ബാൽക്കണിയിലേക്കുള്ള ആക്സസും കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോർ ലിവിങ്ങിനോട് ചേർന്നുള്ള ബാൽക്കണി സ്പേസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഒരു ടെറാക്കോട്ട ജാളി സ്ക്രീൻ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്രൈവസിക്ക് വേണ്ടിയിട്ട്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഗ്ലാസ് ആൻഡ് SS-ൻ്റെ ഒരു കോമ്പിനേഷനിൽ വരുന്ന ഹാൻഡ് റെയിലാണ്. ഫ്ലോറിങ്ങിൽ വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ വീട്ടിലെ ഓരോ റൂമിനും ഓരോ ഡിഫറെൻറ്റ് കളർ തീംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ യൂസ് ചെയ്തിരിക്കുന്ന കളർ പാലറ്റ് ഒരു ടീൽ ആൻഡ് ബ്ലൂ ഷെയ്ഡ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ്. ഒരു ബെഡ് സ്പേസും അതിനോട് ചേർന്ന് 2 സൈഡ് ടേബിൾസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹെഡ് ബോർഡിൽ അപ്പോൾസ്ട്രി വരുന്ന ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോറേജിനായിട്ട് ഒരു 3 ഷട്ടർ സ്ലൈഡിംഗ് വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. ഇതേ കളർ പാലറ്റ് ഫോളോ ചെയ്യുന്ന രീതിയിൽ ലാമിനേറ്റ്സും അതുപോലെ തന്നെ മെറ്റൽ ബീഡിംഗ് ഡീറ്റെയിലുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു റൂമിൽ പുറത്തെ കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിൽ ഒരു ബേ വിൻഡോ സീറ്റിങ്ങും അതുപോലെ അതിനോട് ചേർന്ന് ഒരു ഡ്രസ്സിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ബെഡിന് ഓപ്പോസിറ്റായിട്ട് ഒരു മിനിമലായ ഒരു TV യൂണിറ്റും ഈ ഒരു റൂമിലുണ്ട്. മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വാഷ്റൂമിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറുണ്ട്. 2 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ജക്കൂസി സ്പേസ് ഈ ഒരു വാഷ്റൂമിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീടിൻ്റെ ഡിസൈനേഴ്സ് ആൻഡ് ബിൽഡേഴ്സായ മിസ്റ്റർ അമലും മിസ്റ്റർ ശരത് ഫ്രം അഹം ബിൽഡേഴ്സാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്, ഈ വീടിൻ്റെ ഡിസൈനിങ് സ്റ്റേജിൽ ഫോളോ ചെയ്തൊരു മെയിൻ കോൺസെപ്റ്റ് എന്തായിരുന്നു? ആക്ച്വലി ക്ലയൻറ്റ് റിക്വയർമെൻറ്റ് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റായിട്ട് എടുത്തേക്കുന്നത്. റിക്വയർമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ സ്പേസ് വേണമെന്ന് പറഞ്ഞായിരുന്നു, വാസ്തു ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, എയർ ആൻഡ് സൺലൈറ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു, പിന്നെ നമ്മുടെ ഇൻറ്റീരിയർ സ്റ്റോറേജ് സ്പേസ് കൂടുതൽ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഡിസൈനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ സൈറ്റ് കിട്ടിയപ്പോൾ എന്തെങ്കിലും ചാലഞ്ചസ് അല്ലെങ്കിൽ കൺസ്ട്രെയിൻസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ശരിക്കും ഇതെന്ന് പറയുന്നത് 4.25 സെൻറ്റാണ്. അപ്പം 4.25 സെൻറ്റിൽ 3 BHK 2300 സ്ക്വയർ ഫീറ്റ്. ഇത് തന്നെയാണ് നമ്മൾ ഏറ്റവും വലിയ ചലഞ്ച്. പക്ഷേ അത് നമ്മൾ നല്ല രീതിയിൽ നമ്മളത് ക്ലയൻറ്റ് റിക്വയർമെൻ്റ് അനുസരിച്ച് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇൻറ്റീരിയർ ഡിസൈനിങ് സ്റ്റേജ് വന്നപ്പോൾ എന്തൊക്കെ വെറൈറ്റീസാണ് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്? മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്തത് കിഡ്സ് റൂമാണ്. കളർ തീം വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഇവർക്ക്. പിന്നെ വന്നിട്ട് നമ്മൾ കൂടുതലും ലാമിനേഷനും പിന്നെ
ഫാൾ സീലിംഗ് ആണ് നമ്മൾ കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഈ ക്ലയൻറ്റിന് നമുക്ക് ഒരു എന്താണ് എളുപ്പം, ഐ മീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ കൂടുതൽ റിസർച്ച് ചെയ്യും ഇൻറ്റീരിയേഴ്സിനെ കുറിച്ചിട്ട്. അപ്പം ഇൻറ്റീരിയേഴ്സിനെ കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് അവർ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു തരും നമുക്ക് ഇന്ന മെറ്റീരിയൽ വേണം. നമുക്ക് അങ്ങനെ ഒരു തലവേദന ഒഴിവുണ്ടായിരുന്നു. പക്ഷേ അവർ തന്നെ എല്ലാം റിസർച്ച് ചെയ്തിട്ട് ഇന്ന സാധനം വേണമെന്ന് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവരുടെയും കൂടെ ഒരു രീതിക്ക് തന്നെയാണ് നമ്മളിത് ഡിസൈൻ ചെയ്തത്, ഇൻറ്റീരിയർ ഡിസൈൻ. അങ്ങനെ എക്സിക്യൂഷൻ ടൈമിൽ എന്തെങ്കിലും സ്ട്രക്ചറൽ ചാലഞ്ചസ് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എക്സിക്യൂഷൻ സമയത്തെന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി അവരുടെ മെയിൻ റിക്വയർമെൻറ്റ് തന്നെ കയറി വരാൻ നേരത്തെ ആക്ച്വലി ചെറിയൊരു 4.25 സെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കയറി വരാൻ നേരത്തെ വലിയൊരു ഓപ്പൺ സ്പേസ് അവർക്ക് ഫീൽ ചെയ്യണം. വാൾസ് ഒന്നും ഇൻ്റർമീഡിയറ്റ് വാൾസ് ഒന്നും വരാൻ പാടില്ല, കോളംസ് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ വാളിലോട് തന്നെ ഇൻബിൽഡായിട്ട്, ഐ മീൻ അതിനോട് ഇൻലൈൻ ആയിട്ട് കോളംസ് വെക്കുകയും നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പാൻ്റെ ലെങ്ത് കൂട്ടി നമ്മൾ അതിനനുസരിച്ച് സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് നമ്മൾ ഈ കാണുന്ന ഒരു സ്പേസ് ചെയ്തത്. കൂടാതെ സെക്കൻഡ് ഫ്ലോറിൽ ജക്കൂസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ച് സ്ട്രക്ചറലി അങ്ങനെ ഒരു മൊത്തത്തിൽ അങ്ങനെ നോക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മുടെ മെയിൻലി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർട്ട്യാർഡിലും പിന്നെ നമ്മുടെ സ്റ്റെയർ ഏരിയയിലും മാക്സിമം ടെറാക്കോട്ടയുടെ ഒരു ഡിസൈൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമുക്ക് എയർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, സഫീഷ്യൻ്റ് എയർ സപ്ലൈക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ടെറാക്കോട്ട ഇത് യൂസ് ചെയ്തത്. അപ്പോൾ അതും ഇതിലൊരു ഭാഗമായിരുന്നു. ഇവിടുത്തെ കിഡ്സ് റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു റൂമിൽ ഒരു ബ്ലൂ, വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ് സ്പേസും അതിനോട് ചേർന്ന് 2 സൈഡ് ടേബിൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു സ്റ്റഡി സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസസും അതുപോലെ ഓപ്പൺ റാക്സും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡിൽസ് ആയിട്ട് കാർട്ടൂൺ പിക്ചേഴ്സ് വരുന്ന രീതിയിലുള്ള നോബ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ റൂമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സീലിംഗ് ആണ്. ക്ലൗഡ്സിൻ്റെ ഷേപ്പ് വരുന്ന രീതിയിൽ 2 ലെവലിൽ നിൽക്കുന്ന രീതിയിലത്തെ ഫോൾ സീലിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെക്കൻഡ് ഫ്ലോറിൽ നിന്നാണ് ടെറസിലേക്കുള്ള ഒരു ആക്സസ് വരുന്നത്. ഈ ഒരു ആക്സസിനോട് കൂടി ചേർന്ന് ഒരു പാൻട്രി സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിലെ നാച്ചുറൽ ലൈറ്റിങ്ങിനായിട്ട് സ്കൈ ലൈറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ടെറസ് ഏരിയയിൽ ഒരു കാനോപ്പി സെറ്റ് ചെയ്തിട്ട് ചെറിയൊരു പാർട്ടി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു പ്ലാറ്റ്ഫോം കെട്ടിയിട്ടാണ് ഈ ഒരു പാർട്ടി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. മിനിമലായ ഫർണിച്ചർ അറേഞ്ച്മെൻ്റ് ആണ് ഈ ഒരു സ്പേസിലുള്ളത്. അതുപോലെ എക്സ്റ്റീരിയറിലേക്ക് ഒരു നല്ലൊരു വ്യൂവും ഈ ഒരു സ്പേസിൽ നിന്നുണ്ട്. ശ്രീനിവാസം എന്ന ഈ വീടിൻ്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മനോഹരമായ മറ്റൊരു വീടിൻ്റെ ഡിസൈനുമായി വീണ്ടും കാണാം. നമസ്തേ.